മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കർത്താവിൽ സന്തോഷിക്കുന്നത് കാണാനാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ധ്യാനങ്ങളിലും ശുശ്രൂഷകളിലൊക്കെ അട്ടപ്പാടിയിലാണ് കേട്ടോ. പറയത്തക്ക വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് ഒരു നന്മ പറഞ്ഞാലും ചൊല്ലിയിട്ട് ഒരു അനേകം മാതാപിതാക്കന്മാരൊരു സങ്കടമേ, എന്ത് ചെയ്താൽ മക്കൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. പ്രായം കടന്നു പോവുകയാണ്. മാതാപിതാക്കന്മാർക്ക് അതുപോലെ ഭാരവും ടെൻഷൻ. എന്ത് ചെയ്താൽ കല്യാണം വേണ്ട, ആലോചിക്കട്ടെ, നോക്കട്ടെ, പറയാം. അതൊരു വലിയൊരു ഒരു 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 മാരകമായ തിന്മ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പിന്നെ കല്യാണം നടക്കുന്നില്ല എന്നുള്ള വിഷയമാണ് ആലോചിച്ചിട്ട്. പുറത്ത് കൂടുതൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ പിശാച് തകിടം മറിയുകയാണ്. അപ്പം അതുകൊണ്ട് അതിനകത്ത് പേഴ്സണൽ ഫ്രീഡം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ബൈബിളിലെ ഒരു സിസ്റ്റം നേരെ തിരിച്ചാണല്ലോ. അപ്പം അതുകൊണ്ട് അതിനെതിരെ വരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള ക്ലേശം അനുഭവിക്കുന്ന അവിടുത്തെ പിള്ളേർക്ക് ചില അവരുടേതായ കാരണങ്ങളുണ്ടാകാം, പേഴ്സണൽ റീസൺസ് ഉണ്ടാകാം. പക്ഷെ എന്ത് തന്നെ ആയാലും അപ്പോൾ അതിനെല്ലാം ഒരു ഈശോയുടെ ഒരു ഹിതം നടക്കണം, അല്ലേ? എല്ലാം ഒരു ദൈവകൃപയിൽ പോകണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന പാരൻസിൻ്റെ വേണ്ടി നമ്മളെല്ലാവരും ചേർന്നങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇടപെടും. അങ്ങനെ ഇടപെടുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കൊണ്ടുവന്നാലും വാങ്ങിക്കരുത്. നല്ലൊരു വചനഭാഗമാണ്. നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ, അല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, അതായത് നെഹമ്യാ പ്രവചനത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിലാണ്. ബുക്ക് ഓഫ് നെഹമ്യാ ചാപ്റ്റർ 10 വേഴ്സ് 31. അവർ പറയുന്നൊരു, അതായത് ഈ അടിമത്തത്തിൽ നിന്ന് ജനം തിരിച്ചു വന്ന് ഈ ജെറുസലേമിലെ അല്ലെങ്കിൽ കോട്ടയുടെ മതിലുകൾ പുതുക്കി പണിയുന്നത്, അതെല്ലാം കഴിഞ്ഞ് നെഹമ്യാ ജനത്തെയൊക്കെ വിളിച്ചു കൂട്ടി നല്ല തീക്ഷ്ണതകളായ ആൾക്കാരെല്ലാം ഒന്നു ചേർന്നിട്ട് അവർ ചില ദൈവത്തിൻ്റെ വചനഗ്രന്ഥം നിയമഗ്രന്ഥമൊക്കെ വായിച്ചു. അവർക്ക് അവർ തെറ്റ് മനസ്സിലായി. എന്നിട്ട് അവർ ആ നിയമഗ്രന്ഥത്തെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ്. നിയമഗ്രന്ഥത്തിലല്ല, ഉടമ്പടി ഒപ്പുവെക്കുക. ആ ഒപ്പുവെക്കുന്ന സമയത്ത് ഇവർ പറയുന്നൊരു സംഗതിയാണ്. എന്നറിയോ? സാബത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കൾ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. എന്നിട്ട് പറയുകയാണ്, 7-ാം വർഷത്തെ വിളവും കടം ഈടാക്കലും ഞങ്ങൾ ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളത് മേടിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതായത് ആ ദേശത്തിലെ തദ്ദേശവാസികളുമായി ഇടകലർന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചില സംഗതികളാണ്. അപ്പം അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പുതിയമത്തിലേക്ക് വരാം. കർത്താവിൻ്റെ ദിവസമാണ്. അന്നത്തെ ദിവസം നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോയോടെ കൂടെ ആയിരിക്കേണ്ട ദിവസം, പ്രാർത്ഥനയിലായിരിക്കേണ്ട ദിവസം, അതേപോലെ പൊതുനിയമം വരുമ്പോഴത്തേക്ക് നന്മ ചെയ്യേണ്ട ദിവസവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കച്ചവടക്കാരൻ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊരെണ്ണം മേടിച്ചാൽ പുള്ളിക്കൊരു നന്മയായിരിക്കുമല്ലോ എന്നുള്ളതല്ല അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് അതിനകത്തൊരു നമുക്ക് അതിനകത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ പഴയ നിയമത്തിലൊരു സംഭവം എന്നതറിയാം. പഴയ നിയമത്തിലൊരു സംഭവം എന്ന് പറയുന്നത്, ശത്രുക്കൾ എങ്ങനെയാണ് ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ പറ്റുകയെന്ന് അന്വേഷിക്കുമ്പോൾ ചാരന്മാർ കൊടുക്കുന്നത്, ഇവരെ വല്ല പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ആക്രമിക്കാം, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റിയല്ല. അപ്പോൾ അവരെപ്പോഴാണ് വചനം ലംഘിക്കുന്നത് എന്നാണ് ശത്രുക്കൾ നോക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് ഈ പിശാച് എപ്പോഴും നമ്മൾ കീഴ്പ്പെടുത്തുന്നത്, വചനം ലംഘിക്കുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ ഡൊമിനിയൻ കിട്ടുകയാണ്, അല്ലേ? പവർ കിട്ടുകയാണ്, നമ്മൾ കീഴ്പ്പെടുത്താൻ സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട നമ്മളൊരു കോടതിയിലൊരു കേസ് കേട്ട് എന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ നിയമം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രൊട്ടക്ഷൻ തരികയാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ എല്ലാ വചനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, സ്ട്രിക്റ്റ് ആയിരിക്കണം ആ കാര്യത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫരിസായ അവരുടെ ഒരു മനോഭാവത്തിൽ സ്ട്രിക്ട്നെസ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വചനം ലംഘിച്ചാലും നിയമം ലംഘിച്ചാലും ഒക്കെ എന്താ സംഭവിക്കുന്നത്? ഈശോയുടെ കരുണ അതിന് മുകളിലാണ്. അത് ഉറപ്പായിട്ട് എന്ന് വിചാരിച്ച് കർത്താവ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ചോണ്ട് നമ്മൾ നിയമം ലംഘിക്കുന്നത് ശരിയാണ്? അല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ വചനങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ സ്പിരിറ്റ് എടുക്കുക. പഴയ വായിക്കുമ്പോൾ എന്താണ് പുതിയ നിയമത്തിൽ ഈശോ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഇങ്ങനെ പല ശുശ്രൂഷ ചെയ്ത് എന്നിട്ട് നമ്മൾ അതിനകത്ത് അപ്പോൾ ഒരു കുറച്ച് നിലപാടെടുക്കുകയാണ്. ഞങ്ങൾ ഞായറാഴ്ച ദിവസം നന്നായിട്ട് അങ്ങ് ആചരിക്കും. അന്നല്ല എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും പരിപാടികളും അങ്ങനത്തെയൊക്കെയുള്ള അന്ന് വിശ്രമ ദിവസമാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ജനമെടുക്കുന്ന ദിവസം ഒന്നും കൂടെയാണ് എൻ്റെ വ്യാഖ്യാനം. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നമ്മളിങ്ങനെയാണ്,
ഞാൻ ഓർക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ ശരിക്കും സമൂഹത്തിൽ നിലനിന്ന എത്രയോ കുടുംബങ്ങൾ വ്യക്തികൾ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ വിശദീകരിച്ചെന്ന് പറയുന്ന സ്ഥലമാണ് ഞായറാഴ്ചത്തെ അഭിഷേകം കേട്ടോ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് വചനം വായിച്ചിരുന്നത് ഇത് ഇങ്ങനെയാണ്. ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളിങ്ങനെ ഈശോയെ അറിഞ്ഞ ആൾക്കാരാണ്. അപ്പം ഞങ്ങളിങ്ങനെയാണ് അതിൻ്റെ രീതികൾ കേട്ടോ. അത് സ്നേഹത്തിൽ സത്യം സംസാരം, മുറിപ്പെടുത്ത വിഷമിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒരു ഉറച്ച നിലപാടുകൾ നമ്മുടെ ജീവിതം, അതാണ് പാറ പോലെ ഉറച്ച് അടിസ്ഥാനത്തിൽ, വചനമാകുന്ന അടിസ്ഥാനത്തിൽ പണിത് കയറുന്നത്. അതിന് കേട്ടിട്ട് മാത്രമല്ല, അതങ്ങ് അനുവർത്തിക്കണം. അനുവർത്തിക്കാതെ നിങ്ങൾ കർത്താവ് എന്ന് വിളിച്ചിട്ട് എന്നാ കാര്യം എന്നാണ് കർത്താവ് തന്നെ ലോകം ആരും ചോദിക്കാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങൾ, എന്നാൽ എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങൾ ഇത്രയും പരിശ്രമിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിജയിച്ചില്ലേലും പരിശ്രമം ഈശോ കണക്കിലെടുക്കും. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വചനങ്ങൾ അവിടുന്ന് ദാനമായി തന്നതാണല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, നന്ദി പറയുന്നു. എത്ര സ്തുതിച്ചാലും ആരാധിച്ചാലും മതി വരികയില്ല. എൻ്റെ പിതാവേ, ഇവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും കർത്താവ് കൃപ ചൊരിയണമേ. ഓരോ കുടുംബങ്ങളെ വ്യക്തികൾ ഈശോയുടെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുക. നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നിങ്ങളെ ശരീരത്തെ പൈശാചികൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കുരിശിനെയുള്ള ഞാഠ്യപായും ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. കർത്താവെ, പ്രത്യേകം ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച കാര്യം, പരിശുദ്ധ അമ്മ ഈശോയുടെ മക്കൾ ഉണർത്തിച്ച കാര്യം, കർത്താവെ, പ്രത്യേകിച്ച് മക്കൾ വിവാഹപ്രായമായിട്ടും ഞാനിപ്പോൾ കല്യാണം വേണ്ട ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ അവസ്ഥകൾക്കൊരു മനസ്സിന് ഈശോയുടെ ഹൃദയപരം മാറ്റം വന്ന് വിവാഹത്തിന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കും. തടസ്സങ്ങളിലെ വിട്ടുപോട്ടെ കർത്താവ്. ദൈവകൃപ കൊണ്ട് നടക്കട്ടെ കർത്താവ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.